إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ വലിയ ദുരന്തമാണ് വിതച്ചത് എന്ന് നമുക്കറിയാം. ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് വേദനിക്കുന്ന, കരളലിയിപ്പിക്കുന്ന രംഗങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട വളരെ സുപ്രധാനമായ ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, മനുഷ്യർ വളരെ ദുർബലരാണ് എന്നുള്ള വിഷയമാണ്. എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പലതും മനുഷ്യൻ എത്തിപ്പിടിച്ചാലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മളൊക്കെ അതീവ ദുർബലരാണ് എന്ന വസ്തുതയാണ് ഇത് അറിയിക്കുന്നത്.
വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യർ ദുർബലരായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് സൂറത്തു നിസാഇന്റെ 28-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അല്ലാഹുവിങ്കലേക്ക് ആശ്രിതരാണ്. അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയും അവന്റെ കാവലും അവന്റെ സഹായവും നമുക്ക് സദാ ആവശ്യമാണ്. എത്ര വലിയ ധനാഢ്യനാണെങ്കിലും എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആശ്രിതരാണ്. സൂറത്തു ഫാത്തിറിന്റെ 15-ാമത്തെ ആയത്താണ്. ഒരു നിമിഷം മതി നമ്മുടെ എല്ലാ സമ്പത്തും തകർന്ന് തരിപ്പണമാകാൻ. വളരെ വർഷങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭവനങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ വളരെ നിമിഷം മാത്രം മതി. നമ്മുടെ കുടുംബവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അസ്തമിക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം മതി എന്ന തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാവേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്കൊരു വലിയ പരീക്ഷണമാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ നൈമിഷികമായ ലോകമാണ്. ഇവിടെ ആരും ശാശ്വതരായി ജീവിക്കുകയില്ല. വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. കുറച്ചൊക്കെ ഭയം, പട്ടിണി, സാമ്പത്തിക നഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിങ്ങനെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്താണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്തിൽ പറഞ്ഞ 5 പരീക്ഷണങ്ങളും ഇന്ന് വയനാടുള്ള നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഭയം കൊണ്ടുള്ള പരീക്ഷണം. കിടന്നുറങ്ങാൻ പോലും പേടിയാണ്. എണീക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ പട്ടിണി കൊണ്ട് അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കിന്ന് ഭക്ഷണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വൽ അൻഫുസ്, ജീവനഷ്ടം. പലരും കുടുംബം തന്നെ മുഴുവൻ തകർന്നവരാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 1-2 പേർ മാത്രം ബാക്കിയാകുന്ന രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടവരുണ്ട്. ജീവനഷ്ടം ഒരു വലിയ പരീക്ഷണമാണ്. വസ്സമറാത്ത്, വിഭവനഷ്ടം, കാർഷിക വിഭവങ്ങളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷണം. അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പരീക്ഷണം വരുമ്പോഴേക്ക് എന്താണ് അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, അള്ളാഹു എന്നെ മറന്നോ, അള്ളാഹു എന്നെ മാത്രം എന്തിനിങ്ങനെ പരീക്ഷിക്കണമെന്ന് ചിന്തിക്കാതെ ഇതിൽ ഒരു ഖൈറുണ്ടായിരിക്കും, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈ ലോകത്തനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാത്രമല്ല, ഇതിലപ്പുറത്തൊരു ലോകം വരാനുണ്ട്. അവിടെ എനിക്കിത് വലിയ പ്രതിഫലമായി ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് വിശ്വാസികൾക്കുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശുഹദാക്കളെ എണ്ണിയിട്ടുണ്ട്. രണഭൂമിയിൽ ശത്രുവുമായി പോരടിച്ച് ശത്രുവിന്റെ അക്രമത്തിന് വിധേയരായി കൊല്ലപ്പെടുന്ന ആളുകൾ മാത്രമല്ല ഷഹീദ് എന്ന് പറയുന്നത്, മറിച്ച് അതിന് പുറമെ ചില ആളുകൾക്ക് കൂടി ഷഹാദത്ത് ലഭിക്കും, രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കും. അശ്ശഹാദത്തു സബ്ഉൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് പുറമെ 7 വിഭാഗം ഷഹീദുകളുണ്ട്. അൽ മത്ഊനു ഷഹീദ്, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾ. വൽ ഉറഖു ഷഹീദ്, മുങ്ങി മരിക്കുന്ന ആളുകൾ. വസാഹിബു ദാത്തിൽ ജംബി ഷഹീദ്, ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം മരിക്കുന്ന ആളുകൾ.
വൽ മബ്തൂനു ഷഹീദ്, ഉദരസംബന്ധിയായ രോഗം കാരണത്താൽ മരണപ്പെടുന്നവർ. വസായിബുൽ ഹരീഖ് ഷഹീദ്, തീപ്പൊള്ളലേറ്റുകൊണ്ട് മരണപ്പെടുന്ന ആളുകൾ. വല്ലദീ യമൂതു തഹ്ത ഹദ്മി ഷഹീദ്, അതുപോലെ തന്നെ കെട്ടിടങ്ങളും മറ്റും തകർന്ന് വീണുകൊണ്ട് മരണപ്പെടുന്നവർ ഷഹീദാണ്. വൽ മർഅതു തമൂതു ബിജുംഇ ഷഹീദാ, പ്രസവ സംബന്ധിയായി മരണപ്പെടുന്ന സ്ത്രീ അഥവാ കുട്ടി വയറ്റിലുണ്ടായിരിക്കെ ആ രൂപത്തിൽ മരണപ്പെടുന്ന സ്ത്രീ, അവരും ഷഹീദാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അബൂദാവൂദിലെ 3111 ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടുന്ന ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ നോക്കി അല്ല എന്താണ് ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ സമാധാനിക്കാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയൂ. യുക്തിവാദിയായ ഒരു മനുഷ്യന്റെ വീട് തകർന്നാൽ, അയാളുടെ മക്കൾ മരണപ്പെട്ടാൽ നമ്മൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? അള്ളാന്റെ വിധിയാണെന്ന് പറയാൻ കഴിയോ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇതിൽ ഉപരിയായി അനുഗ്രഹങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് പറയാൻ കഴിയുമോ? എന്നാൽ വിശ്വാസിക്ക് അവിടെ സമാധാനമുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് റബ്ബ് തിരിച്ചു തരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ വിശ്വാസിയെ മാത്രമേ സാധിക്കുകയുള്ളൂ. അജബൽ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. അവനൊരു നേട്ടം ലഭിച്ചാൽ അവനതിന് നന്ദി കാണിക്കും. അവനൊരു പരീക്ഷണം കടന്നു വന്നാൽ അവനതിൽ ക്ഷമിക്കും. നല്ല മനുഷ്യന്മാർക്ക് പരീക്ഷണം ഉണ്ടാവും. പ്രവാചകന്മാർക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മുഴുവൻ മക്കളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. കിരാതമായ പീഡനങ്ങൾ സ്വഹാബിമാർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പലരും ഈ ഒരു മാർഗത്തിൽ ഷഹീദായിട്ടുണ്ട്. പല സ്വഹാബിമാരും പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ട ആളുകളാണ്. വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ കടന്നു വരും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് എന്ന് നമുക്ക് ആശ്വസിക്കാം. അവർക്കൊരു പക്ഷേ രക്തസാക്ഷിത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ആറാമത്തൊരു കാര്യം, നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ ധരിക്കരുത്. ഞാൻ സേഫ് സോണിലാണ്, ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല. ആ രൂപത്തിലുള്ള കാലാവസ്ഥയൊന്നുമല്ല ഇവിടെ. ആ രൂപത്തിലുള്ള ഭൂപ്രകൃതിയല്ലല്ലോ നമ്മുടെ നാട്ടിൽ. നമുക്ക് ഉരുൾപൊട്ടലോ ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ ഒന്നും നമ്മുടെ നാട്ടിൽ വരില്ല എന്നുള്ള നിർഭയത്വം ഒരിക്കലും നമുക്കുണ്ടാവരുത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ. ഉപരിയിലുള്ളവനായ റബ്ബ് നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? അപ്പോൾ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. സൂറത്തുൽ മുൽക്കിന്റെ 16-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അറാഫിന്റെ 96 മുതൽ 99 വരെയുള്ള ആയത്തുകൾ അല്ലാഹു തആല പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു നാടിനെ പറ്റി പറയാണ്. ആ നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വയുള്ളവരാവുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബൂ, എന്നാൽ അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കൊണ്ട് നാം അവരെ പിടികൂടുകയുണ്ടായി. അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. രാത്രി ഉറങ്ങിക്കിടക്കെ നമ്മുടെ ശിക്ഷ അവരെ ബാധിക്കുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ? 2 മണിക്കും 3 മണിക്കും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിലായിരിക്കാം ഒരു പക്ഷെ അല്ലാഹു നമുക്ക് വിധിച്ച മരണം കടന്നു വരിക, പരീക്ഷണങ്ങൾ കടന്നു വരിക. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടവരാണ് എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഇങ്ങനെ പരീക്ഷണങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുമ്പോ അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങാനും അള്ളാഹുവിന്റെ അദാബിനെ പറ്റിയും പരീക്ഷണത്തെ പറ്റിയും ഒരു വീണ്ടും വിചാരം നടത്താനും
ജീവിച്ചിരിക്കുന്ന നമുക്കുള്ളൊരു അവസരമാണ് എന്നാണ് പറയുന്നത്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. ദുഹാ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ അദാബ് അവരെ ബാധിക്കുന്നത് അവർ അതിനെപ്പറ്റി നിർഭയരാണോ? അഫ അമിനു മക്റല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി അവർ നിർഭയരാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടക്കാരായ ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി ഒരിക്കലും നിർഭയരായി കഴിയുകയില്ല. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണെങ്കിലും മരണം നമ്മെ പിടികൂടാൻ വേണ്ടി വരും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. വലിയ കോട്ടകൊത്തളങ്ങളിൽ, വലിയ ഭവനങ്ങളിലാണ് നിങ്ങളെങ്കിലും മരണം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. സൂറത്തു നിസാഇന്റെ 78-ാമത്തെ ആയത്ത്. അത് ഏത് നാട്ടിലാണെങ്കിലും എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാലും, ഏത് നാട്ടിലും ഏത് വീട്ടിലും ഏത് സ്ഥലത്തും എത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കിയാലും, എത്ര വലിയ സൗകര്യമുള്ള ഹോസ്പിറ്റലുകളിൽ അതിവിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് നമ്മളെങ്കിലും, അല്ലാഹ് നമുക്ക് വിധിച്ച സമയമെത്തിയാൽ നമ്മുടെ റൂഹ് ഏറ്റെടുക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരും. ചില ആളുകൾ ബിൽഡിംഗ് തകർന്ന് മരിക്കും, ചില ആളുകൾ വെള്ളപ്പൊക്കത്തിൽ മരിക്കും, ചില ആളുകൾ ഒരു വൈറസ് കാരണമായിരിക്കും മരിക്കുക, ചില ആളുകൾ മരിക്കാൻ കാരണം ഒരു കൊതുകായിരിക്കും, ചില ആളുകൾ പാമ്പ് കടിയേറ്റ് മരിച്ചവരായിരിക്കും, ചിലർ ഇടിമിന്നലേറ്റ് മരിച്ചവരായിരിക്കും, ചിലർ വാഹന അപകടത്തിൽ മരണപ്പെടുന്നവരായിരിക്കും, ചിലർ ഒരു അസുഖവുമില്ല എന്ന് കരുതി ജീവിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നവരായിരിക്കും. പക്ഷേ മരണം കടന്നു വരിക തന്നെ ചെയ്യും. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാളും അറിയുകയില്ല. ഏത് നാട്ടിൽ വെച്ച് മരണപ്പെടുമെന്നും ആർക്കും പറയാൻ കഴിയില്ല. വയനാട്ടിൽ കിടന്നുറങ്ങിയ ആള് പിന്നീട് അയാളുടെ മയ്യത്തെത്തുന്നത് നിലമ്പൂരിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലേക്ക് ഒരു കച്ചവട ആവശ്യവുമായി കടന്നു ചെന്ന് അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. അതുവരെ ആ നാട്ടിലേക്ക് അവൻ പോയിട്ടില്ല. എപ്പോഴാണ് മരിക്കുക എന്നോ ഏത് നാട്ടിൽ വെച്ചാണ് മരണപ്പെടുക എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ലോകത്ത് പല സമൂഹങ്ങളും അള്ളാഹുവിന്റെ അദാബിന് വിധേയമായ കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്. ഫിർഔനുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയം പറഞ്ഞതിനടുത്ത് ശേഷം പറയുന്നു, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, അവരെയെല്ലാം അവരുടെ പാപം കാരണത്താൽ നാം പിടികൂടി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചില സമൂഹത്തിന് നേരെ അല്ലാഹു തആല ചരൽ വർഷം വർഷിപ്പിച്ചു. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, ചില ആളുകളെ ഘോര ശബ്ദം പിടികൂടി. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, ചില ആളുകളെ നാം ഭൂമിയിലേക്ക് ആഴ്ത്തിയിറക്കി. വമിൻഹും മൻ അഗ്റഖ്നാ, ചില ആളുകളെ നാം മുക്കി നശിപ്പിച്ചു. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അല്ലാഹു അവരോടൊന്നും അക്രമം ചെയ്തതല്ല, മറിച്ച് അവർ തന്നെ അവരോട് അക്രമം ചെയ്തതാകുന്നു എന്നാണ്. അൻകബൂത്തിന്റെ 40-ാമത്തെ ആയത്ത്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നല്ല മനുഷ്യന്മാരും അതിൽ മരണപ്പെടും, ചീത്ത മനുഷ്യന്മാരും മരണപ്പെടും. നല്ല മനുഷ്യന്മാർക്ക് അത് ഖൈറാണ്. അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ആ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് അവർ പെട്ടെന്ന് എത്തുന്നു. എന്നാൽ ചീത്തയാളുകൾക്ക് അത് ഏറ്റവും വലിയ ഒരു ശിക്ഷ തന്നെയാണ്. കാരണം അവർക്കൊരു വസിയത്ത് നൽകാനോ, അവർക്ക് ഇനി വീട്ടിലേക്ക് മടങ്ങാനോ നാട്ടിലേക്ക് മടങ്ങാനോ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കാനോ തൗബ ചെയ്യാനോ അവസരം ലഭിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവരെ പിടികൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ റെഡിയായി നിൽക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് മരണം കടന്നു വരിക എന്നറിയില്ല. പക്ഷേ ഏത് നിമിഷവും നമ്മൾ മരിക്കുകയാണെങ്കിലും ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. അങ്ങനെ നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കുകയാണെങ്കിൽ ഭൗതികമായി
എന്ത് രൂപത്തിലുള്ള മരണം നമുക്ക് കടന്നു വന്നാലും അതൊക്കെ നമുക്ക് ഖൈറാണ്. ഇനി നമ്മൾ നല്ലവരല്ലെങ്കിൽ വളരെ സുഖനിദ്രയിൽ നമ്മുടെ വീട്ടിൽ AC റൂമിൽ നമ്മുടെ കുടുംബക്ക് അടുത്തുണ്ടായിരിക്കെ നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വരുന്നത് മാരകമായ ശിക്ഷയും തീഷ്ണമായ അനുഭവങ്ങളും. 10ാമത്തൊരു കാര്യം, അന്ത്യനാളിന്റെ അടയാളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമുസ്സാഅ ഹത്താ യുഖ്ബിലൽ ഇൽം. അറിവ് പിടിക്കപ്പെടുന്നത് വരെ, ഉയർത്തപ്പെടുന്നത് വരെ, അഥവാ അറിവുള്ളവരുടെ മരണത്തോടു കൂടി അതൊരു മരണം കടന്നു വരിക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളാണ്. അതില്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഭൂകമ്പങ്ങൾ, ഭൂമിക്കുലുക്കങ്ങളും മറ്റും വർദ്ധിക്കും. കാലം അടുക്കും. കാലം പെട്ടെന്ന് പോണത് പോലെ അങ്ങനെ തോന്നും. കുഴപ്പങ്ങൾ വ്യാപകമാകും. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിക്കും. നിങ്ങൾക്കിടയിൽ സമ്പത്ത് വർദ്ധിച്ച് അത് ഒഴുകാൻ തുടങ്ങുന്ന അവസ്ഥ വരെ എത്തുമെന്ന്. അത്രയും സമ്പത്തുണ്ടാകും. ഖിയാമത്ത് നാളിന്റെ ഓരോ അടയാളങ്ങളാണ്. അതിൽപ്പെട്ടൊരു അടയാളമായി പറഞ്ഞത് എന്നാണ്. ഭൂകമ്പങ്ങളൊക്കെ വർദ്ധിക്കുമെന്ന്. മാത്രവുമല്ല, ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് എന്താണ്? ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്. ഈ ലോകം അവസാനിക്കുന്ന ദിവസത്തെ പറ്റിയാണ്. ഒരു നാട്ടിൽ ഭൂകമ്പമുണ്ടായാൽ മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് അഭയാർത്ഥികളായി കടന്നു ചെല്ലാം. പക്ഷേ ഖിയാമത്ത് നാള് കടന്നു വരുമ്പോ അന്ന് മനുഷ്യൻ ചോദിക്കും, ഐനൽ മഫർ, എവിടേക്കാണ് ഓടി രക്ഷപ്പെടുക എന്നുള്ളത്. അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അലീം, തീർച്ചയായും അന്ത്യസമയത്തിന്റെ പ്രകമ്പനം അത് വലിയൊരു കാര്യമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, അത് കാണുന്ന സന്ദർഭത്തിൽ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മാതാവും തന്റെ കുട്ടിയെ സംബന്ധിച്ച് അശ്രദ്ധനായി തീരും. ഓരോ ഗർഭിണിയും മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ചു പോകും. ജനങ്ങൾ മത്ത് പിടിച്ചവരായി നിനക്ക് കാണാം, ലഹരി ബാധിച്ചവരെ പോലെ ജനങ്ങളെ നിനക്ക് കാണാം. എന്നാൽ വമാഹും ബിസുക്കാറ, അവർക്ക് ലഹരി ബാധിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ അദാബ് അത് ശക്തമാകുന്നു. ഭൂമിയുടെ ചില ഭാഗങ്ങളൊന്ന് കുലുങ്ങിയാൽ, മഴയൊന്ന് ശക്തമായാൽ, ഇടിമിന്നൽ അധികമായാൽ, അതുപോലെ തന്നെ ഉള്ള പരീക്ഷണങ്ങളൊന്ന് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകളൊന്ന് കാറ്റടിച്ചാൽ പോലും നമ്മളൊക്കെ തകർന്ന് തരിപ്പണാവും. എന്നാൽ ഭൂമി മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന, പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയാകുന്ന, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെപ്പറ്റി ഓർക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം ദുരന്തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു തആല നമ്മെയും നാടിനെയും എല്ലാ നിലക്കുമുള്ള ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിയിൽ ഫസാദുണ്ടാകാനുള്ളൊരു കാരണമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന തിന്മകളാണ് എന്നുള്ളതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലുമെല്ലാം ഫസാദ് വ്യാപകമാകുന്നു മനുഷ്യരുടെ കരങ്ങൾ പ്രവൃത്തി നിമിത്തം എന്ന് സൂറത്തു റൂമിന്റെ 41-ാമത്തെ ആയത്തിലൂടെ പഠിക്കും. എന്തിനാണ് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഇറക്കുന്നത്? വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. അല്ലാഹു പറയുന്നു, നാം ഇത്തരം ആയത്തുകൾ ഇറക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ 59-ാമത്തെ ആയത്ത്. ഭയഭക്തി ഉള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടാണ്.
വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ അദാബിന് മുമ്പ് ചെറിയ അദാബ് നാം നിങ്ങളെ ആസ്വദിപ്പിക്കും. അതൊരു രോഗമായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ മറ്റു വല്ല പരീക്ഷണങ്ങളായിരിക്കാം. എന്തിനാണിതൊക്കെ? ഇത് അല്ലാഹുവിങ്കലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സൂറത്തുൽ സജ്ദയിലെ 21-ാമത്തെ ആയത്താണ്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ ثم لا يتوبون ولا هم يذكرون. അല്ലാഹു തആല പറയുന്നു, അവർ കാണുന്നില്ലേ ഓരോ വർഷവും ഒന്നോ രണ്ടോ തവണ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജലപ്രളയമാകാം, പകർച്ചവ്യാധികളാവാം, കോവിഡ് പോലെ നിപ്പ പോലെയുള്ള രോഗങ്ങളാകാം, പല രൂപത്തിൽ കടന്നു വരാം. വ്യക്തി ജീവിതത്തിലായിരിക്കാം പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹു പറയുന്നു, സുമ്മ എന്നിട്ടും ലാ യതൂബൂൻ, അവർ തൗബ ചെയ്യുന്നില്ല. മുമ്പിൽ ഇങ്ങനെ മനുഷ്യന്മാര് മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ കാണുമ്പോഴും ഞാനും ഇങ്ങനെയൊക്കെ മടങ്ങേണ്ടവനാണല്ലോ എന്നൊരു ബോധം ഉണ്ടാകുന്നില്ല. അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്യണമെന്ന് തോന്നുന്നില്ല. രാവിലെ മുതൽ രാത്രി വരെ ഈ വാർത്തകളും ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിനെ പറ്റിയൊരു ഭയം, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണെന്നൊരു ചിന്ത, അതുപോലെ തന്നെ ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്, അവരെ സഹായിക്കണമെന്നൊരു തോന്നൽ, അതൊന്നും പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നില്ല. എന്തിനാണ്? നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കെ നമ്മളുടെ മുമ്പിൽ കാണുന്ന രൂപത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ്? നമ്മൾ സഹായിക്കുന്നുണ്ടോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ്. നമ്മുടെ മനസ്സിൽ അലിവുണ്ടോ എന്നൊരു പരീക്ഷണം കൂടിയാണ്. നമ്മുടെ മക്കളെപ്പോലെയുള്ള മക്കൾ അനാഥരാകുമ്പോ, നമ്മുടെ വീട് പോലെയുള്ള വീടുകൾ തകർക്കപ്പെട്ടപ്പോ, പ്രിയമുള്ളവരെ, അവരെ നമ്മൾ സഹായിക്കുമോ എന്നൊരു പരീക്ഷണം കൂടിയാണ് ഇവിടെ നമുക്കുള്ളത്. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലതഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന്ന അനിൽ മുൻകർ, തിന്മ വിലക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഔലയൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബ, അല്ലാഹുവിന്റെ അദാബ്, ഇഖാബ് നിങ്ങൾക്ക് കടന്നു വരും. ഉമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബ ലക്കും, പിന്നീട് നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷേ ഉത്തരം ലഭിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കും. ഗ്രന്ഥം വന്നു, പരീക്ഷിക്കപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം. അതോടൊപ്പം ഇത്തരം പരീക്ഷണങ്ങൾ ഇനി നമ്മെ ബാധിക്കരുത്. അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. മാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹ് അവരെ പിടികൂടുകയില്ല എന്ന് സൂറത്തുൽ അൻഫാലിന്റെ 33-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. 17-ാമത്തെ കാര്യം, ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ നമ്മൾ സഹായിക്കുക, കുടുംബങ്ങളെ, ആ നാടിനെയൊക്കെ നമ്മൾ സഹായിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നബി പറഞ്ഞു, മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ, ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ ദുനിയാവിലെ പ്രയാസങ്ങളിൽ ഒരു പ്രയാസം ദൂരീകരിച്ചു നൽകിയാൽ, നഫ്ഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങൾ ഒരു പ്രയാസം അല്ലാഹു നമുക്ക് ദൂരീകരിച്ചു നൽകും. ദുനിയാവിലെ പ്രയാസങ്ങളാണോ പരലോകത്തെ പ്രയാസമാണോ വലിയ പ്രയാസം വെച്ചാൽ പരലോകത്തെ പ്രയാസം തന്നെയാണ്. അവിടെ നമ്മുടെ കുടുംബം പോലും നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ദിവസമാണ്. അന്ന് നമ്മുടെ പ്രയാസം അല്ലാഹു തആല ദൂരീകരിക്കണമെങ്കിൽ നമ്മൾ ദുനിയാവിൽ മനുഷ്യരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകണം. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ അല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാൾ എളുപ്പം നൽകിയാൽ ദുനിയാവിലും പരലോകത്തും അല്ലാഹു നമുക്ക് എളുപ്പം നൽകും. വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ, ഒരു മുസ്ലിമിന്റെ ന്യൂനത ആരെങ്കിലും മറച്ചു വെച്ചാൽ ദുനിയാവിലെയും പരലോകത്തെയും നമ്മുടെ ന്യൂനതകൾ ഇഹലോകത്ത് വെച്ചും പരലോകത്ത് വെച്ചും ആരും അറിയാതെ അല്ലാഹു അത് മറച്ചു വെക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു അടിമയെ അല്ലാഹു സഹായിക്കും എപ്പോൾ? ആ അടിമ തന്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം. സ്വഹീഹ് മുസ്ലിമിലെ 2699-ാമത്തെ ഹദീസാണ്. നബി പറഞ്ഞു, അർറാഹിമൂന
യർഹമുഹുമുർ റഹ്മാൻ. കാരുണ്യം കാണിക്കുന്നവരോടാണ് പരമകാരുണ്യകനായ റബ്ബും കാരുണ്യം കാണിക്കുക. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ഉപരിയിലുള്ളവനായ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. ദാഹിച്ചവശനായ ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു വ്യക്തിക്ക് വരെ വലിയ പ്രതിഫലമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അരപ്പട്ടിണിയും മുഴിപ്പട്ടിണിയുമായി കഴിയുന്ന, വീട് നഷ്ടപ്പെട്ട, കുടുംബം നഷ്ടപ്പെട്ട, എല്ലാ നിലക്കും തകർന്നു പോയ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സഹായിക്കുമ്പോ, അവരോട് നമ്മൾ കാരുണ്യം കാണിക്കുമ്പോ, പ്രിയമുള്ളവരെ, അള്ളാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നതിൽ എന്ത് സംശയമുള്ളത്? അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കുക, കൊടുക്കുക, മടി കാണിക്കാതെ കൊടുക്കുക. ദാരിദ്ര്യത്തെ പറ്റി ഭയപ്പെടുത്തുന്നത് ശൈത്താൻ മാത്രമാണ്. ഖുർആൻ പറഞ്ഞ കൊടുത്താ കുറയും, തീർന്നു പോകുന്ന ശൈത്താൻ തോന്നിക്കാണ്. എല്ലാ ദിവസവും 2 മലക്കുകൾ കടന്നു വരും. ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുവേ നൽകുന്നവന് നീ വീണ്ടും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും, നൽകാതെ പിടിച്ചു വെക്കുന്നവർക്ക് നീ നാശം വരുത്തണേ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വയനാടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ആശ്വാസമാകണം. അവർക്കുള്ള ദുരിതാശ്വാസ ഫണ്ട് ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് പിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായി QR കോഡ് സംവിധാനങ്ങളടക്കമുണ്ട്. കയ്യിൽ ക്യാഷ് ഇല്ലാത്തവർക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നൽകാം. ക്യാഷ് ഉള്ളവർക്ക് ഇവിടെ നൽകാനുള്ള സംവിധാനമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ദുരിതമനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പങ്കാളികളാവും. നമ്മുടെ പരലോകത്തിലേക്കാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വളർച്ചയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കയെ വളർത്തുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ, എല്ലാ രൂപത്തിലുള്ള ആപത്തുകളിൽ നിന്നും കാവൽ ലഭിക്കാൻ സ്വതക്ക കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ധാരാളമായി അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചെലവഴിക്കും. അവസാനമായിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു അല്ലാത്തൊരു കാവൽ നമുക്കില്ല, അല്ലാഹു അല്ലാത്തൊരു സഹായം നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകളിൽ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തേട്ടമുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇഹ്ഫൽനി, അല്ലാഹുവേ നീ എന്നെ കാക്കേണമേ, മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എന്റെ മുമ്പിൽ നിന്നും എന്റെ പിന്നിൽ നിന്നും നീ എന്നെ കാക്കേണമേ, വഅൻ യമീനി വഅൻ ശിമാലി, എന്റെ വലതു ഭാഗത്തു നിന്നും എന്റെ ഇടതു ഭാഗത്തു നിന്നും നീ എനിക്ക് കാവലേകണമേ, വമിൻ ഫൗഖി, എന്റെ മുകൾ ഭാഗത്തു നിന്നും നീ എനിക്ക് കാവൽ ഏകണമേ, വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ഞാൻ ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് റബ്ബേ നിന്റെ അളുമത്ത് കൊണ്ട്, നിന്റെ മഹത്വം കൊണ്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന മുസ്നദ് അഹ്മദിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ 8 രൂപത്തിലുള്ള മരണത്തിൽ നിന്ന് കാവൽ തേടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കേണ്ടതാണ്. പെട്ടെന്ന് പറഞ്ഞു പോകാം. 1, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി, അല്ലാഹുവേ കെട്ടിടം തകർന്നുള്ള പരീക്ഷണത്തിൽ നിന്ന്, ആ രൂപത്തിലുള്ള അപകടങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ തറദ്ദി, അതുപോലെ തന്നെ അല്ലാഹുവേ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ആ രൂപത്തിലുള്ള മരണത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ ഗറഖി, മുങ്ങി മരിക്കുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വൽ ഹറഖി, ഈ പൊള്ളലേറ്റുകൊണ്ട് മരണപ്പെടുന്നതിൽ നിന്ന്. വൽ ഹറമി, അങ്ങേ അറ്റത്തെ പ്രയാസകരമായ വാർദ്ധക്യത്തിൽ നിന്ന്. വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈതാനു ഇൻദൽ മൗത്ത്, മരണസമയത്ത് ശൈത്താൻ എന്നെ പിഴപ്പിക്കുന്നതിൽ നിന്ന്, എന്നെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറ, യുദ്ധഭൂമിയിൽ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടി കൊല്ലപ്പെടുന്നതിൽ നിന്ന്, മരണപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക അൻ അമൂത ലദീഗ, വിഷം തീണ്ടിക്കൊണ്ട് മരണപ്പെടുന്നതിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. സംശയം ഉണ്ടാവും, ഇതിൽ പറഞ്ഞ പലതും ഷഹീദിന്റെ കുറി കിട്ടുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ നിന്നൊക്കെ രക്ഷ തേടുന്നതെന്ന്. അതായത് ഇത്തരം സന്ദർഭത്തിൽ
ഇത്തരം അപകടങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല, വസിയത്ത് എഴുതി വെക്കാൻ സമയം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ കടന്നു വരിക. അതുപോലെ തന്നെ ഇത്തരം അപകടങ്ങൾ കടന്നു വരുമ്പോ ഒരുപക്ഷെ ഈമാൻ പോലും ഫസാദിലായി പോകും. അള്ളാഹിനെ പറ്റി മോശമായത് സംസാരിക്കുന്ന തരത്തിലേക്ക് വരെ മനുഷ്യന്മാർ എത്തിപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ കാവൽ തേടുക. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അവർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടുക, അവർക്ക് വേണ്ടി ധാരാളമായി സ്വതക്ക നൽകുക. ഇന്നെല്ലാ ആളുകളും നമ്മുടെ പള്ളിയിൽ ഉള്ള ഈ QR കോഡ് സംവിധാനം ഉപയോഗിച്ച്, അതുപോലെയുള്ള ഇവിടെ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു വിഹിതം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ പ്രതിഫലമാകുന്ന രൂപത്തിലുള്ള നല്ലൊരു വിഹിതം സ്വതക്ക ചെയ്യാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാ രൂപത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെയും നമ്മുടെ നാടിനെയും എല്ലാം കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു തആല സമ്പൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.